സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ട്രംപിന് എവിടെയാണ് പിഴച്ചത്? ഇറാനെ പിന്തുണയ്ക്കുന്ന കപട ന്യായക്കാരായ ലോക രാഷ്ട്രങ്ങളെ ഓർമ്മിക്കും മുമ്പേ പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ ട്രംപ് വത്തിക്കാനെ നിർബന്ധിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നെങ്കിൽ അത്. രണ്ട്, ഇറാനിലെ സംസ്കാരത്തെ തുടച്ചു നീക്കുമെന്ന് ആഴ്ച മുമ്പ് നടത്തിയ പ്രഖ്യാപനം. ആദ്യത്തേത് വ്യാഖ്യാനമോ പ്രചാരണമോ എന്ന് വ്യക്തമല്ല. എങ്കിലും പറയട്ടെ, അനുഭവ പാഠങ്ങൾ വേണ്ടുവോളമുള്ള കാലയളവിൽ യുദ്ധമെന്ന കേവല വിനാശത്തെ പക്ഷം ചേർന്ന് പിന്തുണയ്ക്കാൻ സഭാ നേതൃത്വത്തിന് എങ്ങനെ കഴിയും? സംഭാഷണത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കാനല്ലാതെ എരിതിയിൽ എണ്ണയൊഴിക്കാൻ മാർപ്പാപ്പയ്ക്കോ തിരുസഭയ്ക്കോ കഴിയില്ല. അതല്ലല്ലോ ലോകത്തിൽ തിരുസഭയുടെ ദൗത്യവും കാഴ്ചപ്പാടും. ഇറാനിലെ ഭരണകൂടം കീഴടങ്ങാൻ വിസമ്മതിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ ഭരണകൂടത്തിന്റെ ഇരകളായ ജനതയെയും സംസ്കാരത്തെയും കൂടി ശൂനീകരിക്കുമെന്ന് പറയുന്നതും എങ്ങനെ ശരിയാകും? ഒരു ജനതയുടെ സംസ്കാരം കുഴിച്ചുമൂടുമെന്ന വർത്തമാനം പാടുള്ളതല്ല. ഇത് പറയുമ്പോഴും ലോക രാജ്യങ്ങൾ ഇന്ത്യയിലെ പഴയ നാട്ടുരാജ്യങ്ങളുടെ പാഠം ഓർക്കുന്നത് നന്നായിരിക്കും. പരസ്പരം വഞ്ചിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുമ്പിൽ സ്വന്തം നാശം ഒരുക്കിയവരുടെ അനുഭവം. പുതിയ ലോകക്രമമെന്ന മോഹന സ്വപ്നം കാണുന്നവരും ട്രംപിനെ ദ്രോഹിച്ച് അമേരിക്കയെ ക്ഷീണിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനെ പിന്തുണയ്ക്കുന്നവരും മറക്കേണ്ട, അവരെ സന്തോഷിപ്പിക്കാനല്ല ചൈനയും റഷ്യയും മറവിലും തെളിവിലും കുടിലക്കേളി നടത്തുന്നത്. നേരിട്ടുള്ള ആയുധ സഹായമൊന്നും ചൈനയോ റഷ്യയോ ഇറാന് നൽകുന്നില്ല. എന്നാൽ ഉപകരണ ഘടകങ്ങളും രഹസ്യ വിവരങ്ങളും നൽകുന്നുണ്ട്. യുദ്ധതന്ത്ര ഉപദേശങ്ങളും സൈബർ ഇലക്ട്രോണിക് പിന്തുണയും അടക്കം ബഹുമുഖ സഹായങ്ങൾ വേറെയും. ഉപഗ്രഹ സംവിധാനം ഉപയോഗിച്ച് അവർ നൽകിയ വിവരങ്ങളാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ കൃത്യമായി സ്ഥാനനിർണയം ചെയ്ത് ആക്രമിക്കാൻ ഇറാനെ സഹായിച്ചത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അമേരിക്കൻ വിമാനങ്ങൾ വീഴ്ത്തിയത് റഷ്യയും ചൈനയുമാണ്. എന്തിനു വേണ്ടി? അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുക എന്നത് മാത്രമാണ് റഷ്യയുടെയും ചൈനയുടെയും ലക്ഷ്യം. ഹോർമൂസിലൂടെ തങ്ങൾക്ക് മാത്രമായി കിട്ടുന്ന താൽക്കാലിക നേട്ടങ്ങളെ അവർ ലക്ഷ്യമിടുന്നുണ്ട്. യുക്രൈനെ തീർത്തു കളയാൻ കഴിയാത്തതിലും എണ്ണ വിൽപ്പനയുടെ നിയന്ത്രണത്തിലുമെല്ലാം റഷ്യക്ക് ട്രംപിനോട് ചൊരുക്കുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാം. എന്നാൽ ഇതിനൊക്കെ വേണ്ടി ഇറാനെ പിന്തുണയ്ക്കുമ്പോൾ പുതിയൊരു ലോക ഭീഷണിക്കാണ് വളമിടുന്നത്. വീഴുന്നത് വരെ തങ്ങൾ അജേയരാണെന്ന് കരുതാറുള്ള ദുഷ്ടശക്തികളുടെ ഭോഷത്വം ഇറാനിലെ നേതൃത്വത്തെയും ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ വിരട്ടി നിയന്ത്രിക്കുന്ന ശക്തിയാകാനുള്ള ദുർമോഹവും. നേരിട്ടത് സാധ്യമല്ല എന്നറിയാവുന്നത് കൊണ്ട് സ്വീകരിച്ച കുറുക്കുവഴിയാണ് ഹോർമുസ് ബന്ധനം. വാഹനങ്ങൾക്ക് അള്ളുവെക്കുന്നവരുടെ മട്ടിലാണല്ലോ ഹോർമുസിൽ മൈനുകളും ഡ്രോണുകളും കൊണ്ട് ഇറാൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കാനും അമേരിക്കയെ ഒറ്റപ്പെടുത്തി ഭൂഗോളം വരുതിയിലാക്കാനും ഹോർമൂസിലെ തിണ്ണമിടുക്ക് മതിയെന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അത്തരത്തിലാണ് ചൈനയും റഷ്യയും മാത്രമല്ല ട്രംപിനെ കപടനായങ്ങളാൽ വഞ്ചിച്ച നാറ്റോ യൂറോപ്യൻ സമൂഹവും ഇറാനെ അറിഞ്ഞും അറിയാതെയും സഹായിക്കുന്നത്. ഹോർമൂസിനെ മോചിപ്പിക്കാൻ ട്രംപ് സഹായം ചോദിച്ചത് ലോകത്തിന് വേണ്ടിയാണ്. പക്ഷേ അത് ട്രംപിന്റെ തനത് ആവശ്യമെന്ന മട്ടിലാണ് യൂറോപ്പിലെ കപട നീതിവാദികൾ തള്ളിയത്. ഹോർമുസ് മോചിച്ചു കിട്ടേണ്ടത് അത്യാവശ്യമായി കാണുന്ന ഗൾഫ് രാജ്യങ്ങളാകട്ടെ അതിനായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ. കഷ്ടപ്പെടുന്നത് ലോകം, കഷ്ടപ്പെടുത്തുന്നത് ഇറാന്റെ അന്യായം. എന്നിട്ടും ഇറാനു വേണ്ടി ന്യായവാദം. അമേരിക്കയുടെ മേൽക്കോയ്മ ഇഷ്ടപ്പെടാത്തവർക്ക് എതിർക്കാൻ അവകാശമുണ്ട്. ട്രംപിന്റെ ശൈലി പിടിക്കാത്തവർക്ക് തള്ളിപ്പറയാം, പഴിക്കാം. അതിനപ്പുറം കെണിയിലേക്ക് തലവെച്ചു കൊടുക്കുന്നതിനെ എങ്ങനെയാണ് കാണേണ്ടത്? മൈൻ വിതറി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് കൈയടക്കിയതിനെ
എങ്ങനെയാണ് ശരിവെക്കാൻ കഴിയുക? ഭൂരിപക്ഷം സമൂഹങ്ങളും ഇറാനെ അണ്വായുധ വിഹീനവും മിസൈൽ ശേഷിയിൽ വന്യവുമാക്കണമെന്ന് നിർബന്ധപൂർവം കരുതുന്നവരാണ്. പകരം ഇറാൻ ശ്രമിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കാൻ. ഹോർമൂസിനെ തങ്ങളുടെ മഹാ ടോൾ ഗേറ്റ് ആക്കി മാറ്റി സഹസ്ര കോടികൾ വരുമാനം ഉണ്ടാക്കുക മാത്രമല്ല ഇറാന്റെ ഉദ്ദേശം. എണ്ണയുടെ പേരിൽ ലോകരാഷ്ട്രങ്ങൾ തങ്ങളെ നമിക്കുക കൂടിയാണ്. അതിനായി കിട്ടിയ അവസരം കൊണ്ട് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഒഴിവാക്കി എടുക്കുകയാണ് മുഖ്യ തന്ത്രം. ഹോർമുസിൽ നടക്കുന്നത് അതിനുള്ള സമ്മർദ്ദ പ്രയോഗം. 1980-കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ ഭാഗമായ ടാങ്കർ യുദ്ധത്തെ തുടർന്നാണ് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴത്തെ തോതിൽ സ്ഥിരമായ US നാവിക സൈനിക സാന്നിധ്യം ഉണ്ടായത്. ഇന്നത്തേതിന് സമാനമായ സാഹചര്യം കപ്പൽ പാതയിൽ മൈനുകൾ വിതറിയ ഇറാൻ അന്നും സൃഷ്ടിച്ചു. അന്നു മുതൽ US സേനയുടെ സാന്നിധ്യം ഇറാന്റെ മോഹങ്ങൾക്ക് വിഘാതം. അത് ഒഴിപ്പിച്ചു കിട്ടുക എന്നത് അവരുടെ ദീർഘകാലമായുള്ള ലക്ഷ്യം. പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനും ആണവശക്തിയാകാനും ഒക്കെയുള്ള ഇറാന്റെ ലക്ഷ്യങ്ങൾക്ക് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം തടസ്സമാണ്. അവിടങ്ങളിലേക്ക് ഇറാനിലെ ഷിയ ആധിപത്യവും അവരുടെ ഷിയ ഇസ്ലാമിക വിപ്ലവവും കയറ്റി അയക്കുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്നതും ആ രാജ്യങ്ങൾക്ക് ലഭിക്കാനിടയുള്ള അമേരിക്കൻ സഹായവും സംരക്ഷണവും തന്നെ. ഇതെല്ലാം ഒറ്റയടിക്ക് നീക്കിയെടുക്കാനാണ് ഇറാൻ ഇപ്പോൾ ഹോർമുസ് കൈക്കലാക്കിയിരിക്കുന്നത്. ഒരു വെടിനിർത്തലിന്റെയും പേരിൽ അവർ ഹോർമുസ് കയ്യേറ്റം വിട്ടുപേക്ഷിക്കില്ല. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാന്റെ ഏകപക്ഷീയമായ വെടിനിർത്തൽ ലംഘനം ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ അവസരമുണ്ടാക്കി. തങ്ങൾ അജേയരാണെന്ന തോന്നലും മരിച്ചും കൊന്നും പൊരുതണമെന്ന പാഠവും അവരുടെ മതബുദ്ധിയിലുമുണ്ട്. പോരാത്തതിനെ ഇറാനെ പിന്തുണയ്ക്കാൻ കപടനായങ്ങളുമായി ചൈനയും റഷ്യയും പല യൂറോപ്യൻ രാജ്യങ്ങളും. പശ്ചിമേഷ്യയെയും അതിനൊപ്പം ആഗോള എണ്ണ വാണിജ്യത്തെയും നിയന്ത്രിക്കാൻ ഇറാനെ അനുവദിക്കുന്നതിന്റെ കെണി അവർക്ക് അറിയാഞ്ഞിട്ടല്ല. അന്ധമായ ട്രംപ് വിരോധവും അമേരിക്ക വിരുദ്ധതയുമാണ് പലരുടെയും നിലപാടിന് കാരണം. ട്രംപിനെ നീക്കാൻ അമേരിക്കൻ ജനതയ്ക്ക് കഴിയും. പക്ഷേ ചൈനയിലെയും റഷ്യയിലെയും ഇറാനിലെയും ജനങ്ങൾക്ക് തങ്ങളുടെ ഭരണാധികാരികളെ തുറന്നു വിമർശിക്കാൻ പോലും കഴിയില്ല എന്നത് കപടന്യായവാദക്കാർ മറക്കാതിരിക്കട്ടെ. ഇറാനിലെ 8 കോടിയിലേറെ വരുന്ന ജനങ്ങളെ 1.25 കോടിക്കടുത്തു മാത്രം മതവാദികളും മതസൈനികരും ചേർന്ന് അടിച്ചമർത്തുകയാണെന്ന സത്യം എത്ര സൗകര്യപൂർവമാണ് ചിലർ മറന്നുകളയുന്നത്. ഈ മറവിക്കാരല്ല ലോകത്ത് ഭൂരിപക്ഷം. വെടിനിർത്തലിനെ തോൽവിയായി കണ്ട് ട്രംപിനെ പഴിച്ചവരിൽ പലരും ട്രംപിനോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല അത് ചെയ്തത്. അവരെല്ലാം ഇറാനിലെ ജനതയോട് ഐക്യപ്പെട്ട് ഇറാൻ ഭരണകൂടത്തിന്റെ പൂർണ്ണ അടിയറവ് മോഹിച്ചിരുന്നു എന്ന് സാരം. ഇപ്പോഴും മോഹിക്കുന്നു. ലോക സമൂഹത്തിന് വൻ ഭീഷണിയാകുന്ന ഇറാനിലെ ക്രൂര ഭരണാധികാരികൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ മാധ്യമ കാപട്യത്തിന്റെ കെണിയിൽ വീഴാത്ത ആർക്കും സംശയമില്ല. ട്രംപിന്റെ കുറ്റങ്ങളെ വെറുതെ വിടേണ്ട. അവയെ ആർക്കും യഥാവിധി വിചാരണ ചെയ്യാം. സർവ്വതും നശിപ്പിക്കുന്ന യുദ്ധത്തിന് ട്രംപ് തയ്യാറായില്ല എന്നതിനാണ് ചിലരുടെ പരിഹാസം. അത്തരം സൈനിക നടപടികൾ യുദ്ധക്കുറ്റങ്ങളാകുന്നത് പാതകമാണെന്ന് ലയോ 14 മാർപ്പാപ്പ അടക്കം ലോകത്തെ നിരവധി പ്രമുഖർ ഓർമ്മിപ്പിച്ചതിനെ ട്രംപ് കണക്കിലെടുത്തു. വത്തിക്കാനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം നിലനിൽക്കുമ്പോഴും അതാണ് വസ്തുത. ലോകത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത് ചില മാധ്യമങ്ങളുടെ അങ്കക്കലി പോലെ വിനാശകരമായ 3ാം ലോക യുദ്ധമല്ല. എങ്കിലും ഹോർമൂസ് തുറപ്പിക്കാൻ ലോകത്തിന് കഴിയാത്തത് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങളെ ആകെ ഇറാന് കീഴ്പ്പെടാൻ നിർബന്ധിതമാക്കുന്ന സാഹചര്യമാണ് വരുത്തിവെക്കുക. മറ്റു ലോകരാജ്യങ്ങൾക്കും ഇറാനെ വണങ്ങേണ്ടി വരും. ഇറാൻ ഭരണകൂടത്തെ അജയ ഭീഷണിയായി വിട്ടുകൊണ്ട് പിന്മാറ്റത്തിന്റെ താൽക്കാലിക നിലപാട് അമേരിക്കയും ഇസ്രയേലും തുടരുമോ? തുടരുന്നത് ശരിയോ എന്നീ ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ. തുടരുമോ എന്നതിന്റെ ഉത്തരം
വൈകാതെ അറിയാൻ കഴിഞ്ഞേക്കും. ഇറാനിലെ ഭരണസിരാ കേന്ദ്രം ഇപ്പോൾ ഏതാണ്? ഖോമോ ടെഹ്റാനിലെ താരള്ളയോ? ഉത്തരം താരള്ള എന്നാണെങ്കിൽ ഇറാനിയൻ ജനത കൂടുതൽ ഗതികെട്ട അവസ്ഥയിലേക്ക് തള്ളപ്പെടുകയാണ്. ഖോം പട്ടണം മതനേതൃത്വത്തിന്റെയും മതപഠനങ്ങളുടെയും ആസ്ഥാനമാണ്. ടെഹ്റാനിലെ താരള്ള IRGC മതപട്ടാളത്തിന്റെ ആസ്ഥാനവും. ആയത്തുള്ള ഖമേനിയുടെയും അലി ഖമേനിയുടെയും ഭരണം ഖോമിന്റെ ഭരണം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനെ നയിക്കുന്നത് ഖോമിനു പകരം താരള്ളയിലെ IRGC ആസ്ഥാനമെന്ന് നിരീക്ഷകർ പറയുന്നു. ഭരണത്തിന്റെ നിയന്ത്രണം പുതിയ പരമോന്നത നേതാവ് മോജ്ബാബിക്ക് പോലുമല്ല, IRGCക്ക് തന്നെയെന്ന് ധരിക്കണം. ഇസ്ലാമിക വിപ്ലവ ഭരണകൂടം ഭരിച്ച ഇറാനെ IRGC പ്രിത്തോറിയൻ രാജ്യമാക്കി കഴിഞ്ഞെന്ന് കരുതേണ്ടി വരുന്നു. പാകിസ്ഥാനെ പോലെ പട്ടാളം ജനകീയ നേതൃത്വത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രം. റോമൻ ചക്രവർത്തിമാരുടെ സംരക്ഷയ്ക്ക് നിയുക്തമായ പ്രിത്തോറിയൻ സേന ചക്രവർത്തിയെ വധിച്ചും ഇഷ്ടപ്പെട്ടവരെ അവരോധിച്ചും രാഷ്ട്രീയം നിയന്ത്രിച്ചതിന്റെ പേരാണ് പ്രിത്തോറിയൻ രാജക്രമം. നിരീക്ഷകരുടെ നിഗമനം ശരിയെന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. മോജ്പ ഇപ്പോൾ തന്നെ അശരീരി. പ്രസിഡന്റും മന്ത്രിസഭയും ഒക്കെ അവിടെയുണ്ട്. വല്ലപ്പോഴും അവരുടെ പ്രസ്താവന കേൾക്കാം, അത്രമാത്രം. അതിൽ കവിഞ്ഞ് തന്ത്രപ്രധാനമായ ഒരു കാര്യത്തിലും അവർക്കൊന്നും തീരുമാനിക്കാൻ അധികാരമില്ല. ഖമേനിയുടെയും കാലത്ത് ഇസ്ലാമിക വിപ്ലവ സേന പരമോന്നത നേതാവിനെ അനുസരിച്ചു. ആ സ്ഥാനത്ത് നിരീക്ഷകർ കാണുന്നത് മതപട്ടാളത്തിന്റെ ഭരണം. മറ്റു പലർക്കു മേലെ IRGC അവരോധിച്ച മോജ്ബാബയെ ടെഹ്റാൻ ആക്രമണത്തിന് ശേഷം പുറം ലോകത്തുള്ളവർ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അദ്ദേഹം പരമോന്നതനാക്കപ്പെട്ടു എന്ന പ്രഖ്യാപനവും അദ്ദേഹത്തിൻ്റെത് എന്ന മട്ടിലുള്ള ചില സന്ദേശങ്ങളും അല്ലാതെ മറ്റൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. മോത്താബ അശരീരി അല്ലെങ്കിൽ കൂടി IRGCയോട് ആജ്ഞാപിക്കാൻ മോത്താബയ്ക്ക് ധാർമ്മിക ശേഷിയുണ്ടോ എന്ന് സംശയിക്കണം. ഇറാനിലെ ജനതയ്ക്ക് ഇത് മുമ്പത്തേക്കാതിലും വലിയ ഭീഷണിയാണ്. മതാചാര്യന്മാർക്ക് പകരം നിഷ്ഠൂരരും അധികാര കൊതിയന്മാരുമായ IRGC മത തീവ്രവാദ പട്ടാള മേധാവികൾ തലയെടുപ്പ് കാട്ടുന്നവരൊക്കെ, അല്ലെങ്കിൽ തല പോകാതെ പട്ടാള നിരയിൽ നിൽക്കുന്നവരൊക്കെ അവരെ ഭരിക്കുന്ന അവസ്ഥ. 10 കോടിയോളം ജനങ്ങളുള്ള ഇറാനിലെ 114 ലക്ഷം പേരുടെ പിന്തുണ പറഞ്ഞാണ് ഇറാൻ ട്രംപിനെ വെല്ലുവിളിക്കുന്നത്. അവർ പറഞ്ഞത് ശരി തന്നെ. പട്ടാളമടക്കം ഇത്രയും പേർ മാത്രമേ യഥാർത്ഥത്തിൽ ഇറാനിലെ ഭീകര ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നുള്ളൂ കേട്ടോ. 8 കോടിയിലേറെ പേരെ ഭയപ്പെടുത്തിയും കൂട്ടകശാപ്പ് വഴിയും അടിച്ചമർത്തപ്പെടുകയാണ്. ഇതേ ഭരണകൂടം ഇറാനിൽ അവശേഷിച്ചാൽ ജനങ്ങളുടെ അവസ്ഥ കോൺസെൻട്രേഷൻ ക്യാമ്പിലേതിനെ തുല്യമായെന്ന് വരാം. ആ സാധ്യത തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നതിലാണ് ഇറാൻ യുദ്ധത്തിന്റെ ഇതുവരെയുള്ള പരിമിതി. റഷ്യയും മാറ്റം സംഭവിക്കാൻ മാത്രം അമേരിക്ക ഇറാൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തിയിട്ടില്ല. ഭരണകൂട മാറ്റത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ പോലും അകന്ന അവസ്ഥയിലാണ് ഇറാനിലെ ജനങ്ങൾ ഇപ്പോൾ. കടുത്ത ദുരവസ്ഥ തന്നെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.